ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി നിയമസഭ താരതമ്യം ചെയ്യുമ്പോൾ 79 സീറ്റ് കോൺഗ്രസും 59 സീറ്റ് CPM-ഉം 2 സീറ്റ് BJP-യുമാണ്. അപ്പോൾ ലോക്സഭയിൽ നിന്ന് നോക്കുമ്പോൾ വലിയ മുന്നേറ്റം CPM-നുണ്ടായി. ഇനിയൊരു 10-12 സീറ്റുകൾ അധികം നേടുകയാണെങ്കിൽ അധികാര കസേരയിലേക്ക് CPM-ന് എത്താൻ കഴിയും. അപ്പോൾ ആരായിരിക്കും ഇനി ഭരിക്കുക? നീ CPM ആയിട്ടേ. ഞാൻ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുന്ന ചില ആളുകളെ പോലും ചോദിക്കും. അവർ ചിലപ്പോഴും എഡിങ് പോലും നോക്കിയല്ല. എഡിങ് പോലും എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ തത്തുമയിലാണ് ഈ കോഴിക്കോട്ട് പോകേണ്ട അത്യാവശ്യം ഉണ്ടായി. അപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നില്ല. തത്തുമയിൽ എങ്ങനെ എന്നോട് എങ്ങനെ കാണുന്നു ഈ ശബരിമല ബാധിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ശബരിമല ബാധിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പം മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ റിസൾട്ട് ഇങ്ങനെ വരില്ല. അപ്പോൾ ABC നമ്മൾ അതിന് മുമ്പ് ചെയ്തത് ശബരിമല ബാധിക്കില്ല. ഏഷ്യാനെറ്റിലും ഞാൻ പറഞ്ഞു ശബരിമല ബാധിക്കില്ല. അത് എൻ്റെ ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ മലയാളികൾ അങ്ങനെയുള്ള ഇപ്പം ഉമ്മൻചാണ്ടി സാറ് ദൈവത്തെ വെച്ച് താരതമ്യം ചെയ്തു. അയ്യപ്പന് മുകളിലാണ് മുത്തപ്പൻ. ആണോ? പിണറായി വിജയനെ മുത്തപ്പൻ സംരക്ഷിക്കുന്നു. അതെ അതെ, എനിക്ക് തോന്നുന്നു. അപ്പോൾ ദൈവങ്ങളെ തമ്മിൽ അടിയായില്ലേ? അപ്പം അങ്ങനെ ഇപ്പം അതുപോലെ തന്നെ ഈ സോളാർ കേസ് ഉമ്മൻചാണ്ടി സാറിനെ ബാധിച്ചിട്ടുണ്ട്. അത് അവന്മാർ ഉള്ളിൽ വലിച്ച് തോൽപ്പിച്ചതാണ്. അപ്പം അങ്ങനെ വിചാരിച്ചു. അപ്പം ഇത് കണ്ടിട്ട് അപ്പം ഏതോ ഒരുത്തന്നെ അതിൻ്റെ ഹെഡിങ് മാത്രം കണ്ടു. അപ്പോൾ അവർ ഹെഡിങ് കൊടുത്തത് ഇപ്പം എന്തായിരുന്നു, ശബരിമല നെഗറ്റീവായി ബാധിച്ചു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുത്തൻ താഴെ കമൻറ്റ് ചെയ്തതാണ്, ഫക്കുദ്ദീൻ്റെ ക്രെഡിബിലിറ്റി പോയി. ABC-യിൽ ഒന്ന് പറയുന്നു, ഇവിടെ വേറൊന്ന് പോയി. ABC-യിൽ എപ്പം പറഞ്ഞു ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പേ, വരുന്ന കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് തന്നെ പറയണു. അന്ന് അതിനെന്താ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നുണ്ട്, അതല്ലേ? അപ്പോൾ അതുപോലെ പറഞ്ഞേ നീ LDF ആയി. ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ലോക്സഭ ഇലക്ഷൻ BJP-യും ഇവരും തമ്മിലുള്ള മത്സരമാണ്. കോൺഗ്രസ്. ഞാൻ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ വരെ വിചാരിച്ചത് സ്റ്റേറ്റ് പൊളിറ്റിക്സ് സ്വാധീനിക്കുന്നതായിരുന്നു. കാരണം പിണറായിൻ്റെ അന്ന് താരതമ്യേന ഭേദപ്പെട്ട ഭരണമായി 12 സീറ്റ് വരെ കിട്ടായിരുന്നു. പക്ഷെ അത് കണ്ടില്ല. ഭയങ്കര കൺസോൾട്ടേഷൻ കോൺഗ്രസ് അനുകൂലമായി. അന്ന് ശബരിമല ഫാക്ടർ പോലും ഇല്ല. അത് നോക്കണ്ട. പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ എന്നോട് കോൺഗ്രസിൻ്റെ തന്നെ ചില ആളുകൾ പറഞ്ഞതെന്ന് വെച്ചാൽ CPM-ന് മേൽക്കൈ ഉണ്ടാവും, പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ ആയിരിക്കില്ല എന്ന് എന്നോട് പച്ചയ്ക്ക് വന്നിട്ടുണ്ട്. അവരുടെ ഒരു ഏവറേജ് പെർഫോമൻസ് പിന്നെ ഞങ്ങൾക്ക് നിയമസഭയിൽ ഗുണം ചെയ്യും. ഇപ്പോൾ കോൺഗ്രസ്സുകാർ വിചാരിച്ചതിനെക്കാട് അപ്ലൈ ചെയ്ത് ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചെന്ന് ഇന്നസെൻ്റ് ചോദിക്കുന്ന അവസ്ഥയിലാണ് കോൺഗ്രസ്സുകാർ. ഇവിടെ ഇപ്പം എന്താ ഉണ്ടായെന്ന്. അപ്പോൾ ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് പ്രധാനമായും തോന്നുന്നത് ഭരണവിരുദ്ധ വികാരം എന്നതിലുപരിയായിട്ട് ശബരിമല വിഷയം ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് ഇതൊരു ജമാഅത്തെ ഇസ്ലാമി SDPI വിജയം കൂടിയാണ്. കാരണം പിണറായി ഈ പണ്ടത്തെ ലെഫ്റ്റ് നിലപാടിലേക്ക്, അതാണ് ശരിയായ ലെഫ്റ്റ് നിലപാടിലേക്ക് പോയപ്പം ഞാൻ അന്നേ ഇവരോട് പറഞ്ഞതാണ്, ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരനെയും ഈ ഇസ്ലാമിസ്റ്റ് വോട്ടുകളെ കണ്ട് സന്തോഷിക്കരുത്. അവർ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആയി കഴിഞ്ഞാൽ അവർ നിങ്ങളെ വിട്ടുപോകും. നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് വെള്ളം ചേർക്കുമ്പോൾ അവർ കൂടെ നോക്കുള്ളൂ. ഇതിപ്പോൾ അതാണ് സംഭവിച്ചത്. പിണറായി ട്രൂ കമ്മ്യൂണിസ്റ്റ് നിലപാടുകൾ എടുത്തു. ഒരു മതവിഭാഗത്തോടും പ്രത്യേക താല്പര്യം കാണിക്കാതെ എല്ലാവരും തെറ്റുകൾ തുറന്നു കാട്ടി നടപടിയെടുത്തു. സ്വർണ്ണ കള്ളക്കടത്തിനെതിരെ ശക്തമായ നടപടിയെടുത്തു. ആ സമയത്ത് എന്താ സംഭവിച്ചത്? ഈ ഇസ്ലാമിസ്റ്റ് വോട്ടുകൾ തിരിഞ്ഞുപോയി. അവർ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പ്രവർത്തിച്ചു. അതിൻ്റെ ഇമ്പാക്റ്റും മലബാറിലെല്ലാം 0 സീറ്റാണ്. അതാണ്. ആ വോട്ട് പണ്ടേ കിട്ടുന്നതല്ല, പക്ഷെ ആ വോട്ട് മറികടക്കുന്ന ഹിന്ദു വോട്ട്, സെക്കുലർ ഹിന്ദു വോട്ട് വെച്ചുകൊണ്ടായിരുന്നു. ഇപ്പം ഇത്തവണ ശബരിമല വിഷയം വന്നപ്പോൾ ഹിന്ദു വോട്ട് പോയി. പിണറായി അങ്ങനെ ഒരു പോയെന്ന് പറയുമ്പോൾ നാം ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വലിയ നഷ്ടങ്ങൾ വന്നിട്ടില്ല. അല്ല, അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്വാഭാവികമായിട്ടും BJP കൂടുതൽ സീറ്റ് പിടിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് കോൺഗ്രസിൻ്റെ വോട്ട് കുറയുന്നു, സീറ്റ് കുറയുന്നു. അപ്പോൾ അതെന്താ സംഭവിച്ചത്? കോൺഗ്രസും കൂടി BJP-യും കൂടി CPM കുറഞ്ഞു. എവിടെ പോയി? ആലപ്പുഴ എന്താ സംഭവിച്ചത്? സുരേഷ് ഗോപി അനുസരിച്ച് തൃശ്ശൂർ നമുക്കിടാം, പക്ഷേ ഇവർ ആലപ്പുഴ ശോഭ അനുസരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ആരിഫിനെതിരെ കളിച്ചതൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇപ്പോഴും കുറേ ഹിന്ദു മേഖലകളിൽ CPM പിന്നോട്ടടിച്ചിട്ടുണ്ട്. അതൊരു ഫാക്ടറാണ്. അപ്പം ഹിന്ദു വോട്ടുകൾ BJP-യിലേക്ക് പോകുന്നു. അത് പോകാൻ കാരണം എന്ന് വെച്ചാൽ ശബരിമല വിഷയമാണ്. ഹിന്ദു വോട്ടുകൾ BJP-യിലേക്ക് പോകുമ്പോഴാണ് CPM പേടിക്കേണ്ടത്. മുസ്ലിം വോട്ട് വരും പോകും. അത് വെച്ചുകൊണ്ടൊന്നും CPM ഒരു കാലത്ത് നോക്കിയിട്ടില്ല. അത് നോക്കിയ പ്രശ്നമാണ് കൂടുതൽ ഹിന്ദു വോട്ട് പോകും. ഇത് CPM-ആയി നിന്ന് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഇവർ വോട്ട് ചെയ്യും. ഇതുപോലെ ഒഴിവാക്കും. അതിനൊക്കെ നല്ല ഹിന്ദു വോട്ടുകൾ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് CPM-ന് നല്ലത്. ഇപ്പോഴത്തെ ഈ പ്രൊജക്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് പറയാം നല്ല മത്സരം നടക്കും. കോൺഗ്രസ്സുകാർ അങ്ങനെ അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടില്ല. അവർക്കറിയാം ഒരു 80 വോട്ടിന് 79 തൊട്ടിട്ട് 83 ഈ ഒരു പ്രൊജക്ഷനിലാണ് നിൽക്കുന്നത്. അപ്പം ഇതങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. സ്ഥാനാർത്ഥികൾ ഘടകമാണ്. പിന്നെ പഞ്ചായത്ത് ഇലക്ഷനിൽ ഈ ഗവൺമെന്റിനുള്ള കുറേ ദേശീയ ആളുകൾ വോട്ട് ചെയ്ത് അതൊരു പ്രതിസന്ധി ഉണ്ടല്ലോ. ഈ ജനകീയരായ സ്ഥാനാർത്ഥികളെ
മത്സരിപ്പിക്കാൻ കഴിയുമോ? എത്ര ജനകീയ മുഖങ്ങളുണ്ട്? ജനകീയം പരിചയമുള്ള മുഖങ്ങൾ അവർ കുറവാണ്. എസ്പെഷ്യലി മലബാറിലൊക്കെ നേതാക്കന്മാർ താരതമ്യേന കുറവാണ്. പക്ഷേ ഇപ്പോൾ ആരെ നിർത്തിയാലും ജയിക്കുന്നൊരു അവസ്ഥയിലേക്ക് ചില സ്ഥലങ്ങളിൽ ഇവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ശബരിമല വിഷയത്തിൽ പാർട്ടി കൂടുതൽ നടപടികൾ എടുക്കുകയും ക്ഷേമ പദ്ധതികളൊക്കെ നല്ലത് തന്നെയാണ്. ശബരിമല വിഷയത്തിൽ കൂടുതൽ നടപടികൾ എടുക്കുകയും കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു സെക്കുലർ കഡൻഷൻ നിലനിർത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോയ ഹിന്ദു വോട്ടുകൾ തിരിച്ചു വരും. അത് മതി ജയിക്കാം. മാണി വിട്ടുവെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് ജോസ് കെ മാണി പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ഈ മുസ്ലിം വോട്ടുകൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. അത് തരത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും. ഈ BJP-യിലേക്ക് പോയ ഹൈന്ദവ വോട്ടുകൾ തിരിച്ച് CPM-ലേക്ക് വരാനുള്ള ഇതിൻ്റെ വേറൊരു ഫാക്ടർ നമ്മൾ പച്ചയ്ക്ക് വന്നതേ. ഇപ്പോൾ CPM-ൻ്റെയും BJP-യുടെയും കേരളത്തിൽ നമ്പർ 1 ശത്രു കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഇല്ലാതായി കഴിഞ്ഞാൽ BJP ഇവിടെ എന്തെങ്കിലും സ്കോപ്പുള്ളൂ. അത് യാഥാർത്ഥ്യമാണ്. പഞ്ചായത്ത് ഇലക്ഷനിൽ ഇവർ കളി നടന്നിട്ടില്ല എന്നാണ് നമ്മൾ റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷേ നിയമസഭയിൽ കളി നടന്നുകൂടാന്നില്ല. കാരണം കോൺഗ്രസ് പ്രദേശത്ത് ഇരുന്നാൽ മാത്രമാണ് BJP വളരാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണണം. ഞാനിപ്പോൾ ഏതായാലും ഞാൻ സാധ്യതകളെ പറയുന്നില്ല, എൻ്റെ പ്രവചനത്തിലേക്ക് പോകുന്നില്ല. കാരണം സമയമല്ല. രണ്ട് മാത്രമല്ല, മുമ്പ് എൻ്റെ പ്രവചനങ്ങളെല്ലാം ശരിയായിരുന്നു. ജനങ്ങൾ മാറി ഇപ്പം 2 തവണ ആയിട്ട് പാളി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രവചനത്തിലേക്ക് ഒന്നും ശരിയല്ല. ഞാൻ ആ കോൺഫിഡൻസിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ലോക്സഭേൻ്റെയും സുരേഷ് ഗോപിൻ്റെതും വെച്ചിട്ട് പാളി. പിന്നെ രാജീവിനെ അവർ വലിച്ചു തോൽപ്പിച്ചതാണ്. അതുകൊണ്ട് അത് എഴുതുന്നുണ്ട്. പഞ്ചായത്ത് ഇലക്ഷനിൽ ഈ പറയുന്ന പോലെ കാര്യമായിട്ട് പാളിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി പ്രവചനത്തിലേക്ക് പോകുമ്പോൾ ഒന്നുകൂടി ടെസ്റ്റൊക്കെ ഇന്റേണലി ടെസ്റ്റ് ചെയ്തിട്ട് പോയാൽ മതി. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അല്ല, അത് പൂർണ്ണമായി തന്നെ കേരള രാഷ്ട്രീയം ഒരു മാറുന്നല്ല. നമ്മളത് ആളുകൾ കൂടുതൽ വിവരം വെച്ച് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തതാണ്. മലയാളി ചിന്തിച്ച് വോട്ട് ചെയ്യണം. ചിന്തിച്ച് വോട്ട് ചെയ്താൽ LDF-നെതിരെ വോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ക്ഷേമ പദ്ധതികളും പെൻഷനും ശമ്പളവും ഒക്കെ നടക്കുന്നുണ്ട്. വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വോട്ടിംഗ് വന്നിട്ടുള്ളത്. ശബരിമല ഒരു പ്രധാനപ്പെട്ട ഘടകം. പിന്നെ ശബരിമല വിഷയത്തിൽ കൺവിൻസിംഗ് ആയിരുന്നു ഇടപെടേണ്ടത്. 13 സസ്പെൻഡ് ചെയ്യേണ്ടിയിരുന്നു. അതൊന്നും ചെയ്തിട്ടില്ല. അതാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഇസ്ലാമിസ്റ്റ് വോട്ടുകൾ തിരിച്ചു പോയതാണ്. പക്ഷേ എങ്കിൽ പോലും മലപ്പുറത്ത് മോഹൻ മാഷ് 10,000 വോട്ട് നിലനിർത്താൻ പറ്റിയെന്നുള്ളത് ചില കാര്യമല്ല. അപ്പോൾ അതിൽ CPM-നെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഇസ്ലാമിസ്റ്റ് വോട്ടുകൾ തിരിച്ചിട്ടാൻ വേണ്ടി അതിലേക്ക് തിരിഞ്ഞ ആളുകൾ കളിയാക്കും. മാത്രമല്ല അതുള്ള ഹിന്ദുക്കൾ കൂടി തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് CPM നിൽക്കുകയും ഇനി ശബരിമല പോലുള്ള വിഷയങ്ങളിൽ കൂടുതൽ നല്ല രീതിയിൽ നടപടികൾ എടുക്കുകയും ഇനി ഈ ആശാവർക്കന്മാർ ഇങ്ങനെ തുടങ്ങി താഴെക്കടയിലുള്ള ജനങ്ങളെ നേരിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ വല്ല വിഷയം കൊണ്ട് വന്നാൽ അതൊരു വിവാദത്തിൽ നിൽക്കാതെ പരിഹരിച്ച് ഇവിടെയൊക്കെ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇനി സമയമുണ്ട്. പിന്നെ വേറൊരു ഫാക്ടർ എന്ന് വെച്ചാൽ അവിടെ ഇപ്പം BJP എടുക്കുന്ന നിലപാട്, BJPക്ക് ഒരു 5 സീറ്റ് കിട്ടിയേ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ഈ മന്ത്രിമാർക്കെതിരെയുള്ള വലിയ ആരോപണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട്. അവരെ മണ്ഡലങ്ങളിൽ പലയിടത്തുമാണ് ഈ പിന്നോട്ട് പോയിട്ടുള്ളത്. ആറന്മുള ഉൾപ്പെടെ മന്ത്രിമാരെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. അതൊക്കെ എല്ലാ സമയത്തും ഉണ്ടാവും. ഇതിൽ അതുപരിയായിട്ട് വേറെ പല വിഷയങ്ങളും അതൊന്നും അങ്ങനെ നോക്കുന്നില്ല. അതിപ്പോൾ നമ്മൾ രാകേഷിൻ്റെ വാർഡിൽ, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ബൂത്തിൽ കോൺഗ്രസിനോ BJPക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയെന്ന് അതിൽ വലിയ കാര്യം. അല്ലെങ്കിൽ പാണക്കാട് തിരുവനന്തപുരത്ത് ജില്ലാ സെക്രട്ടറിയുടെ പഞ്ചായത്ത് BJP ഭരണം പിടിച്ചു. അതുപോലെ പാണക്കാട് പിന്നെ ബൂത്തിൽ പിന്നെ അരിവാൾ ചുറ്റിയേക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയത്. അതങ്ങനെ പറയുന്ന കാര്യമൊന്നുമില്ല. ഇതൊരു പൊതുവായിട്ടുള്ള ട്രെൻഡാണ്. ഞാൻ കണ്ട 2 ഫാക്ടറാണ് ഇതിൽ നിർണ്ണായകം പറ്റുക. ഒന്ന്, ഹിന്ദു വോട്ടുകളെ സംബന്ധിച്ച് ശബരിമല ഒരു വിഷയമായി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് വെച്ചാൽ അപ്പുറത്ത് ഒരു ഇസ്ലാമിസ്റ്റ് വോട്ടുകളുടെ കൺസോൾട്ടേഷൻ നടന്നു. ഈ ഇസ്ലാമിസ്റ്റ് വോട്ടുകളുടെ കൺസോൾട്ടേഷൻ നടക്കുന്നത് CPM ആയിരുന്നു. അപ്പോൾ 2011 VS തുടർഭരണത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ മുസ്ലിങ്ങൾ കംപ്ലീറ്റ് എതിരായിരുന്നു. പക്ഷേ എങ്കിൽ പോലും പാർട്ടി വേണ്ട വിചാരിച്ചാൽ ഭരണം നഷ്ടപ്പെട്ടത്. അപ്പോൾ ആ രീതിയിൽ പാർട്ടി ആയിട്ട് നിന്നാണ്. അതുപോലെ പാർട്ടിയായി നിന്ന് കഴിഞ്ഞാൽ എന്നിട്ട് ഈ ക്ഷേമപദ്ധതികൾ തുടരുക. പിന്നെ ഈ ആശാവർക്കന്മാരുടെ ജനങ്ങളെ നേരെ ടച്ച് ചെയ്യുന്ന ചില വിഷയമുണ്ട്. അതൊന്നും അധികം വിവാദമാക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് സാധ്യത നല്ല മത്സരം നടക്കും. പണ്ടത്തെ പോലെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ പോലെ ഏകപക്ഷീയമായ ഒരു ഇലക്ഷൻ ആയിരിക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.